Is a population of human beings whose members are identifying with each other either on the basis of a common ancestry, recognition by others, a distinct group, or by common culture, linguistic, religious or territorial traits. ഒരു എത്നിക് ഗ്രൂപ്പ്, ഒരു വംശീയ വിഭാഗം അല്ലെങ്കിൽ വംശീയത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോപ്പുലേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്. ഒരു വിഭാഗം ജനങ്ങളാണ് ഏതാ ഒരു വംശീയത. ഇവിടെ whose members are identified with each other, അതിലെ അംഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, പരസ്പരം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും ഓൺ ദ ബേസിസ് ഓഫ് കോമൺ ആൻസിസ്ട്രി, ഒരു പൊതുവായ പൂർവികത്വത്തിൻ്റെ പേരിലോ, റെക്കഗ്നിഷൻ ബൈ അതേഴ്സ്, മറ്റുള്ളവരുടെ അംഗീകാരത്തിൻ്റെ പേരിലോ, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പായിട്ട്, ഒരു വ്യത്യസ്ത വിഭാഗമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്താ ഒരു കോമൺ ആയിട്ടുള്ള കൾച്ചർ, ലിംഗ്വിസ്റ്റിക്, റിലീജിയസ്, ടെറിറ്റോറിയൽ ട്രേറ്റ്സ് കാണും. ഒരു കോമൺ കൾച്ചർ കാണാം ഒരു എത്നിക് ഗ്രൂപ്പിന്, അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഭാഷ ഉണ്ടായിരിക്കും, ദെൻ ഒരു കോമൺ റിലീജിയൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു കോമൺ ടെറിട്ടറി. അപ്പോൾ ഇവിടെ എത്നിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആൻസിസ്ട്രി ഉള്ള, ഒരു പൊതുവായ പൂർവികത്വം അവകാശപ്പെടാൻ കഴിയുന്ന, ഒരു പ്രത്യേകമായ ഭാഷ സംസാരിക്കുന്ന, ഒരു പ്രത്യേകമായ കൾച്ചറുള്ള, പ്രത്യേകമായ റിലീജിയനുള്ള, പ്രത്യേകമായ ഭൂപ്രദേശത്ത് അധിവസിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് എന്താ ഒരു എത്നിക് ഗ്രൂപ്പ്, അല്ലെങ്കിൽ നമ്മളെന്ത് വിളിക്കുന്നവരെ എത്നിസിറ്റി എന്ന് പറയും. സോ members of an ethnic group on the whole claim cultural continuity over time. അപ്പോൾ ഇവർക്ക് എന്തുണ്ടാവും, ഒരു കൾച്ചറൽ കണ്ടിന്യൂറ്റി, ഒരു സാംസ്കാരികപരമായ ഒരു തുടർച്ച ആർക്ക് കാണും, ഈ ഒരു എത്നിക് ഗ്രൂപ്പിനുണ്ടായിരിക്കും. Although historians and anthropologists have documented that many of the cultural practices on which various ethnic groups are based on is a recent invention. അപ്പം ഇപ്പോൾ നമ്മൾ ട്രഡീഷണലായിട്ട് പറയുകയാണെങ്കിൽ ഒരു കൾച്ചറൽ കണ്ടിന്യൂറ്റി ഉള്ള ഒരു വിഭാഗം ആളുകളാണ് അത് ഒരു എത്നിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഹിസ്റ്റോറിയൻസിൻ്റെയും ആന്ത്രോപോളജിസ്റ്റിൻ്റെയും അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള കൾച്ചറൽ പ്രാക്ടീസസ്, ഈ ഓരോ എത്നിക് ഗ്രൂപ്പുകളിലും ഉണ്ടായിരിക്കുന്ന ഈ കൾച്ചറൽ പ്രാക്ടീസസ് എന്ന് പറയപ്പെടുന്നത് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു ഇൻവെൻഷനായിട്ട്, ഒരു കണ്ടെത്തലായിട്ടാണ് ആര് കാണുന്നത്, ഹിസ്റ്റോറിയൻസും ആന്ത്രോപോളജിസ്റ്റുകളും കാണുന്നത്. ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ ഒരു കൾച്ചറൽ ആൻസിസ്ട്രി ഉള്ള ഗ്രൂപ്പാണ് ഏതാ, ഒരു കൾച്ചറൽ കണ്ടിന്യൂറ്റി ഉള്ള ഗ്രൂപ്പാണ് ഏത്, എത്നിക് ഗ്രൂപ്പ് എന്ന് പറയുന്നു. എന്നാൽ ഹിസ്റ്റോറിയൻസ് പറയുന്നു, അല്ലെങ്കിൽ ആന്ത്രോപോളജിസ്റ്റ് പറയുന്നു, ഈ എത്നിക് ഗ്രൂപ്പിനകത്ത് കൾച്ചറൽ കണ്ടിന്യൂറ്റി ഉണ്ടായത് എങ്ങനെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു കടന്നുവരവായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കൾച്ചറൽ കണ്ടിന്യൂറ്റി അവർ കണക്കാക്കുന്നത്. ദ ടേം ഈസ് യൂസ്ഡ് ടു കോൺട്രാസ്റ്റ് ടു റേസ് വിച്ച് റെഫേഴ്സ് ടു എ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് ജനറ്റിക് ട്രേസ്. ഇപ്പോൾ എത്നിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ എത്നിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ കാണിക്കാൻ ഒരു വിഭാഗം ആളുകളുടെ ഫിസിക്കലായിട്ടുള്ള, ജനറ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ സൂചിപ്പിക്കാൻ എന്ത് ഉപയോഗിക്കുന്നത്, റേസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എത്നിസിറ്റി എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമ്മൾ റേസ് പറയുന്നു, ഇപ്പോൾ ഉദാഹരണം എന്താണ്, മംഗ്ലോയിഡ് ഒരു റേസാണ്, അവർക്ക് അവരുടേതായ ഒരു കൾച്ചറൽ കണ്ടിന്യൂറ്റി ആയിരിക്കും, ഒരു ഫിസിക്കൽ സ്ട്രക്ചർ അതേപോലെ ആയിരിക്കത്തില്ല. അതുപോലെ എന്താണ് അവരുടെ ജനറ്റിക് ഓർഡറും എങ്ങനെയായിരിക്കും, മറ്റൊരു റേസിൽ നിന്ന് വ്യത്യാസമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ജനറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ ഒരു ഫിസിക്കലായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉള്ള ഗ്രൂപ്പുകളാണ് എന്ന് പറയാം കൾച്ചറൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ എത്നിസിറ്റി മീൻസ് pertaining to race originating from special racial linguistic groups. അപ്പോൾ പ്രത്യേക ഭാഷാ വിഭാഗങ്ങളിൽ നിന്നും എന്ത് ചെയ്ത ഒറിജിനേറ്റ് ചെയ്ത ഗ്രൂപ്പുകളാണ്, അല്ലെങ്കിൽ നിലനിൽക്കപ്പെടുന്ന ഗ്രൂപ്പുകളെ എന്ത് വിളിക്കുക, എത്നിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ എത്നിസിറ്റിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നമ്മളൊരു സയൻറ്റിഫിക് സ്റ്റഡി നടത്തുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് എന്താ, എത്തനോളജി എന്ന് പറയുന്നത്. സോ എത്തനോളജി ഈസ് ദ സയൻറ്റിഫിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് റേസസ് ഓർ മെൻ ഓർ സയൻസ് ഓഫ് ഹ്യൂമൻ റേസ്. മനുഷ്യൻ്റെ വർഗത്തെക്കുറിച്ച്, വംശത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് ഏതാ, എത്തനോളജി എന്ന് പറയും. സോ ഇൻ ദ കണ്ടംപററി സോഷ്യൽ സ്ട്രക്ചർ, നമ്മുടെ സമകാലിക സാമൂഹ്യ ഘടനയിൽ എത്നിസിറ്റി ഹാസ് ആൻ ഇമ്പോർട്ടൻ്റ് പ്ലേസ്. വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥാനം ഏതിനുണ്ട്, എത്നിസിറ്റിക്കുണ്ട്. Ethnic groups are the part of the process of social differentiation which is based on color or culture. നിറത്തിൻ്റെ പേരിലോ കൾച്ചറിൻ്റെ പേരിലോ ഉള്ള
സോഷ്യൽ ഡിഫറൻസിയേഷൻ, സാമൂഹ്യപരമായ വൈവിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഗ്രൂപ്പാണ് എന്ന് പറയുക എത്നിക് ഗ്രൂപ്പ് എന്ന് പറയും. സം സോഷ്യോളജിസ്റ്റ് ഹാവ് കൺസിഡേർഡ് എത്നിക് ഗ്രൂപ്പ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ അണ്ടർ സോഷ്യൽ സ്ട്രക്ചർ. അതായത് സോഷ്യോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ നമ്മുടെ സാമൂഹ്യ ഘടനയിലുണ്ടായ ശ്രേണീകരണത്തിൻ്റെ ഫലമാണ്. നമ്മുടെ പണ്ട് ഏഷ്യൻ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ശ്രേണീകരണം, ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചാതുർവർണ്ണയ സിസ്റ്റം, ബ്രാഹ്മൺ, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ് എന്നിങ്ങനെയുള്ള ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എവിടെ ഉണ്ടായിരുന്നു? ഇന്ത്യയിലുണ്ടായിരുന്നു. ഈ സോഷ്യോളജിസ്റ്റ് അഭിപ്രായപ്പെടുന്ന വെച്ചാൽ ഈ എത്നിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറിലുണ്ടായ, സാമൂഹ്യ ഘടനയിലുണ്ടായ ഒരു സ്ട്രാറ്റിഫിക്കേഷനാണ്, ഒരു ശ്രേണീകരണമാണ്. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായത്? ഈ എത്നിക് ഗ്രൂപ്പ് ഉണ്ടായെന്നാണ് സോഷ്യോളജിസ്റ്റുകളുടെ അഭിപ്രായം. അതായത് ഡിഫറെൻറ്റ് എത്നിക് ഗ്രൂപ്പ്സ് ഇൻ ഡിഫറെൻറ്റ് സൊസൈറ്റീസ് ആർ നോട്ട് ഓൺ ദ സെയിം ലെവൽ. ഇപ്പോൾ പല സൊസൈറ്റിയിലും എന്തുകൊണ്ട് എത്നിക് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പുകളെന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്താ ഒരേപോലെയല്ല. ഉദാഹരണം പറയുന്നത്, ഇൻസ്പൈറ്റ് ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഇക്വാളിറ്റി നീഗ്രോസ് ആർ ബാക്ക്വേർഡ് ഇൻ അമേരിക്കൻ സൊസൈറ്റി. ഇപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള ഇക്വാളിറ്റിയും ലീഗൽ ഇക്വാളിറ്റി ഉണ്ടായിട്ട് പോലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ ബ്ലാക്ക് റേസിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ നീഗ്രോ റേസിൽപ്പെട്ട ആളുകൾ എന്ന് പറയുന്നവരെങ്ങനെയാണ് സൊസൈറ്റിയിലെ ബാക്ക്വേർഡ് ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യുന്നു കാണുന്നത്. ആൻഡ് ദിയർ സോഷ്യൽ സ്റ്റാറ്റസ് ഈസ് ലോവർ ആസ് കമ്പയർഡ് ടു ദ വൈറ്റ് സിറ്റിസൺസ്. നമ്മൾ അവിടുത്തെ വെള്ളക്കാരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ നീഗ്രോസിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താണ്? കുറവാണ്. ഈവൻ ദോ ദേ ആർ ഗെറ്റിംഗ് ഈക്വൽ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഇക്വാളിറ്റി. പക്ഷെ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ വെളുത്ത വർഗത്തിൽപ്പെട്ടവനെ പോലെ തന്നെ അവനും സാമൂഹ്യപരമായിട്ടുള്ള സമത്വവും രാഷ്ട്രീയ സമത്വവും നിയമപരമായ സമത്വവും എല്ലാം എന്താ ഒരേപോലെയാണ്. സോ സെയിം ഈസ് ദ കേസ് വിത്ത് SC/ST ഇൻ ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയിൽ SC/ST നമ്മൾ പരിശോധിക്കും, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അപ്പോൾ അവർക്ക് മറ്റ് സാധാരണ ആളുകളെ പോലെ തന്നെ ഈക്വൽ സ്റ്റാറ്റസ് ആണ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഇക്വാളിറ്റി ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും അവർ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ദേ ആർ കൺസിഡേർഡ് ആസ് ദ ഡൗൺ ട്രോഡൻ സെക്ഷൻസ് ഇൻ ദ സൊസൈറ്റി, അല്ലേ? പിന്നോക്ക അവസ്ഥയിലാണ്. അപ്പോൾ അതിനുവേണ്ടി അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി റിസർവേഷനൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും ഈ SC/ST വിഭാഗം നമ്മൾ കണക്കാക്കുന്നത് മറ്റുള്ളവരെക്കാളും ബാക്കിൽ നിൽക്കുന്ന ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത്. സോ സോഷ്യോളജിസ്റ്റ് ഹാവ് മെയ്ഡ് ഡീറ്റെയിൽഡ് സ്റ്റഡീസ് എബൌട്ട് എത്നിക് ഗ്രൂപ്പ്സ് റീസെൻ്റ്ലി. അപ്പോൾ ഇങ്ങനെയുള്ള ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലുള്ള എത്നിക് ഗ്രൂപ്പുകളെ കുറിച്ച് സോഷ്യോളജിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അടുത്തിടയ്ക്ക് പഠനങ്ങളൊക്കെ എന്താ നടത്തി. So the structural differentiation of society may be considered from various functional bases such as groups, organizations, economic opportunities, social prestige and power etc. അപ്പോൾ നമ്മുടെ സ്ട്രക്ചറൽ ഡിഫറൻസിയേഷൻ, ഘടനാപരമായ വൈവിധ്യം എന്ന് പറയുന്നത് പല ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഉദാഹരണം ഗ്രൂപ്പ്, ഓർഗനൈസേഷനുകൾ, സാമ്പത്തികപരമായ അവസരങ്ങൾ, നമ്മുടെ സോഷ്യൽ പ്രസ്റ്റീജ്, സോഷ്യൽ സ്റ്റാറ്റസ്, പവർ തുടങ്ങിയ കാഴ്ചപ്പാടുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്താ ഒരു സമൂഹത്തിൻ്റെ സ്ട്രക്ചറൽ ഡിഫറൻസിയേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് കഴിയും. സോ അതുകൂടാതെ ദ കണ്ടംപററി സോഷ്യൽ സ്ട്രക്ചർ ഈസ് ആൾസോ ഡിവൈഡഡ് ഓൺ ദ ബേസ് ഓഫ് എത്നിസിറ്റി. ഇന്ന് നമ്മുടെ സമകാലിക സാമൂഹ്യ ഘടന നമ്മൾ തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഈ വംശീയതയുടെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന് ഇൻ അമേരിക്ക ദ നീഗ്രോസ് ആർ ദ എത്നിക് ഗ്രൂപ്പ് ഓൺ ദ ബേസ് ഓഫ് കളർ. കളറിൻ്റെ അടിസ്ഥാനത്തിൽ നീഗ്രോസ് എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ വംശീയ വിഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. ഹവർ ഇൻസ്പൈറ്റ് ഓഫ് ദിയർ വൈറ്റ് കളർ ദ ജ്യൂസ് ആൻഡ് മെക്സിക്കൻസ് ആർ ഡിഫറെൻറ്റ് എത്നിക് ഗ്രൂപ്പ്സ്. ഇനി മറ്റൊരു വിഭാഗമാണ് ഏതാ? ജ്യൂസ് എന്ന് പറയും. അതുപോലെ എന്താണ് മെക്സിക്കൻസ് എന്ന് പറയുന്നത്. പക്ഷെ അവരും കളറിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരും തുല്യരാണ്. പക്ഷേ ഈ രണ്ടിനെയും നമുക്ക് എങ്ങനെ കാണാം? വ്യത്യസ്ത എത്നിക് ഗ്രൂപ്പായിട്ട് കാണാം. കാരണം അവരുടെ കൾച്ചർ. ഇപ്പോൾ ജ്യൂസിൻ്റെ കൾച്ചറല്ല മെക്സിക്കൻ. അപ്പോൾ എത്നിസിറ്റി കൺസിഡർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ കളറാവുന്നു, മറ്റൊന്ന് കൾച്ചർ. ഇനി ഇറ്റ് ഈസ് നെസറി ടു മേക്ക് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റേസ് ആൻഡ് എത്നിസിറ്റി. ഈ റേസും
എത്നിസിറ്റിയും തമ്മിൽ എന്താണ് അതിൻ്റെ ഡിഫറൻഷിയേഷൻ കണ്ടുപിടിക്കുന്നത് അത്യാവശ്യമാണ്. അതായത് റേസ് ഈസ് ബേസ്ഡ് ഓൺ കളർ ആൻഡ് ഫിസിക്കൽ ട്രെയ്റ്റ്സ്. നമ്മുടെ ഭൗതികമായിട്ടുള്ള പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ, നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തുണ്ടാവുന്നത്, റേസ് ഉണ്ടാകുന്നത്. ബട്ട് എത്നിസിറ്റി ഹാസ് ഇറ്റ്സ് ഓൺ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ലാംഗ്വേജ് ആൻഡ് മോഡ് ഓഫ് വർഷിപ്പ്. റേസും എത്നിസിറ്റിയും വ്യത്യാസമുണ്ട്. റേസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെ, കളറിൻ്റെയും ഫിസിക്കൽ ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ എത്നിസിറ്റിക്ക് നമുക്ക് അവരുടേതായിട്ടുള്ള സോഷ്യോ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. അത് നമ്മൾ ലാംഗ്വേജ്, നമ്മുടെ മോഡ് ഓഫ് വർഷിപ്പ്, ആരാധന രീതി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് എന്താണ് എത്നിസിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ദ ഹോൾ പോപ്പുലേഷൻ ഓഫ് ദ വേൾഡ് ജനറലി ഡിവൈഡഡ് ഇൻറ്റു വൈറ്റ്, ബ്ലാക്ക് ആൻഡ് യെല്ലോ റേസ്. അപ്പോൾ നമ്മുടെ എന്താ ലോകത്തിലെ ജനസംഖ്യ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് വൈറ്റ് റേസിൽപ്പെട്ട ആളുകൾ, മറ്റൊന്ന് ബ്ലാക്ക് റേസിൽപ്പെട്ട ആളുകൾ, മറ്റൊന്ന് യെല്ലോ റേസിൽപ്പെട്ട ആളുകൾ. അതായത് ഹാബിറ്റേറ്റ് ഓഫ് വൈറ്റ് റേസ് വാസ് മെയിൻലി ഇൻ യൂറോപ്പ്. എവിടെയുള്ള ആളുകളാണ് വെള്ളക്കാരെന്ന് പറയുന്നത്? യൂറോപ്പിലുള്ള ആളുകളാണ്. അവരെന്ത് ചെയ്തു, ആൻഡ് മൈഗ്രേറ്റഡ് ടു നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, ആൻഡമാൻ നിക്കോബാർ എക്സെട്ര. ആൻഡമാൻ നിക്കോബാറിലേക്കും ഓസ്ട്രേലിയയിലേക്കും നോർത്ത് അമേരിക്കയിലും ഒക്കെ എന്താ കുടിയേറിയ ആളുകളാണ്. The people of yellow race are mainly inhabited in for Eastern Asian countries. യെല്ലോ റേസിൽപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഏഷ്യൻ കൺട്രീസിൽ അധിവസിക്കുന്ന ആളുകളായിരുന്നു. In 19th century, sociologists studied were centered Europe and these were influenced by imperialism. അപ്പോൾ 19ാം നൂറ്റാണ്ടിൽ ഈ സോഷ്യോളജിസ്റ്റുകളുടെ പഠനം എന്ന് പറയുന്നത് യൂറോപ്പിനെ കേന്ദ്രീകരിച്ചായിരുന്നു. അപ്പോൾ അതെന്ന് പറയപ്പെടുന്നത് എങ്ങനെയാണ്, ഇമ്പീരിയലിസത്തിൻ്റെ സ്വാധീനം മൂലം യൂറോപ്പിനെ കേന്ദ്രീകരിച്ചായിരുന്നു സോഷ്യോളജിസ്റ്റുകൾ പഠനം നടത്തിയതെന്ന് പറയുന്നത്. ദേ ട്രൈഡ് ടു അറ്റാച്ച് റേസ് ആസ് ദ കൺസെപ്റ്റ് ഓഫ് റേഷ്യൽ സെക്യൂരിറ്റി. അപ്പോൾ അവരുടെ വംശീയപരമായ മേധാവിത്വത്തെ കാണിക്കുവാൻ എന്ത് ചെയ്തു, ഈ റേസ് ഒരു മാനദണ്ഡമായിട്ട് അവർ ഉപയോഗിച്ചു. സോ ഓൺ ദ ബേസ് ഓഫ് ദിസ് അബ്സേർഡ് നോഷൻ the minority of the whites justified its roles over the majority of the black people. അപ്പോൾ ഇവിടെ ഈ ഒരു തെറ്റായ ഈ ഒരു ധാരണയുടെ പേരിൽ എന്ത് ചെയ്തു, ഈ വെളുത്ത വർഗത്തിൽപ്പെട്ട ആളുകൾ അവർ മൈനോറിറ്റീസ് ആയിരുന്നു എങ്കിൽ പോലും അവരെന്ത് ചെയ്തു, ഈ മൈനോറിറ്റീസ് ആയിട്ടുള്ള ഈ വൈറ്റ് പീപ്പിൾ എന്ത് ചെയ്തു, മെജോറിറ്റി ആയിട്ടുള്ള ബ്ലാക്ക് പീപ്പിളിൻ്റെ മുകളിൽ അവരുടെ ആധിപത്യം എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു. സോ റേഷ്യൽ കോൺഷ്യൻസസ് ഈസ് ഡീപ് റൂട്ടഡ് ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ്. ഈ വംശീയപരമായിട്ടുള്ള ഒരു അവബോധം ഇന്ന് നമ്മുടെ എല്ലാ സമൂഹങ്ങളിലും എന്താ കാണാൻ കഴിയും. അപ്പം നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൽ കറുത്ത വർഗത്തിൽപ്പെട്ട ആളുകളെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക, ഒരു അവജ്ഞ നമുക്ക് തോന്നും. അപ്പം അതൊരു റേഷ്യൽ സൂപ്രമസി വൈറ്റ് കളറിൽപ്പെട്ട ആളുകൾക്ക് എന്താ ഉള്ളതുകൊണ്ടാണ്. സോ വൈറ്റ് കൺസിഡേർഡ് ദ ബ്ലാക്ക് ഇൻഫീരിയർ ആൻഡ് ഡിപ്രൈവ്ഡ് ദിയർ ലീഗൽ, ഹ്യൂമൻ, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ഇൻ സോഷ്യൽ. ഈ വെള്ളക്കാരെന്ത് ചെയ്യുന്നു, ഈ കറുത്ത വർഗ്ഗക്കാരെ കാണുന്നത് ഇൻഫീരിയർ ആയിട്ടുള്ള ആളുകളാണെന്നും അവർ സമൂഹത്തിൽ ഡിപ്രൈവ്ഡ് ക്ലാസ്, അധകൃത വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്നും അവർക്ക് ഹ്യൂമൻ, ലീഗൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ റൈറ്റ്സ് എന്ത് ചെയ്തു, ഡിനേ ചെയ്യുകയും ചെയ്യുന്നു. ആര്, ഈ വൈറ്റ് റേസിൽപ്പെട്ട ആളുകൾ. ആർക്കുള്ള, ബ്ലാക്ക് റേസിൽപ്പെട്ട ആളുകൾ. സോ ഇൻ ദ ഹെറ്ററോജീനിയസ് സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ടുഡേ റേഷ്യലിസം ഹാസ് ബിക്കം ലെസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇന്ന് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഹെറ്ററോജീനിയസ് ആണ്, ഒരുപാട് വൈവിധ്യങ്ങളുള്ള സമൂഹമാണ്. അപ്പം അങ്ങനെ ഒരു സാമൂഹ്യ ഘടനയിൽ റേഷ്യലിസം ഇന്ന് വലിയ പ്രാധാന്യമില്ലാത്ത ഒന്നാണ്. അതായത് in many societies, various parts of the population consider themselves different. പല സമൂഹങ്ങളിലും എന്താണ്, പല ജനവിഭാഗത്തെയും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് കാണും. ഓൺ ദ ബേസ് ഓഫ് ദിയർ ലാംഗ്വേജ്, എൻ്റർടൈൻമെൻറ്റ്, കസ്റ്റം, റിലീജിയൻ, കൾച്ചർ ആൻഡ് സോ ഓൺ. എന്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, റിലീജിയൻ്റെ പേരിൽ, അല്ലെങ്കിൽ കസ്റ്റംസിൻ്റെ പേരിൽ, എൻ്റർടൈൻമെൻറ്റിൻ്റെ പേരിൽ, ലാംഗ്വേജിൻ്റെ പേരിൽ, കൾച്ചറിൻ്റെ പേരിലൊക്കെ ഡിഫറെൻറ്റ് സൊസൈറ്റിയിൽപ്പെട്ട ആളുകളെ നമ്മൾ ഡിഫറെൻ്റായിട്ട് കാണുന്നു.
എങ്ങനെയുള്ള ഡിഫറൻസിയേഷനെയാണ്. സോ ദ ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ്, എൻ്റർടൈൻമെൻറ്റ്, കസ്റ്റംസ്, റിലീജിയൻ ഈസ് കാൾഡ് ethnicity. So the sociologist called this differentiation as ethnicity. സോഷ്യോളജിസ്റ്റുകൾ ഇങ്ങനെയുള്ള ഈ വൈവിധ്യങ്ങളെ ഇതിൻ്റെയൊക്കെ പേരിലാണ് ലാംഗ്വേജ്, എൻ്റർടൈൻമെൻറ്റ്, കസ്റ്റം, റിലീജിയൻ, കൾച്ചർ, ഇവയുടെ പേരിലുണ്ടാവുന്ന ഈ വൈവിധ്യത്തെ സോഷ്യോളജിസ്റ്റുകൾ എന്താ വിളിച്ചത്? എത്നിസിറ്റി എന്ന്. സോ in order to prove their superiority to other ethnicity, the people of one ethnicity presented the characteristics of their own language, customs and modes of worship in exaggerated manner. അപ്പോൾ ഇങ്ങനെ ഒരു എത്നിസിറ്റി നിലനിർത്താൻ, അല്ലെങ്കിൽ ഒരു കൾച്ചറൽ സുപ്പീരിയോറിറ്റി, ഒരു എത്നിക് സുപ്പീരിയോറിറ്റി, വംശീയപരമായ മേധാവിത്വം ഉണ്ടെന്ന് തെളിയിക്കുവാൻ വേണ്ടി ഒരു എത്നിസിറ്റിയിൽപ്പെട്ട ആളുകൾ അവരുടേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ മതങ്ങളുടെ സ്വഭാവം, കസ്റ്റംസ്, അവരുടെ ആരാധന രീതികളൊക്കെ എന്ത് ചെയ്തു? എക്സാഗ്രേറ്റ് ചെയ്തു, പെരുപ്പിച്ച് കാണിക്കാൻ, ഊതി വീർപ്പിച്ച് കാണിക്കാൻ എന്ത് ചെയ്തു? ശ്രമിച്ചു. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? എത്നിസിറ്റി സെൻട്രിക് ടെൻഡൻസി, വംശീയതയിൽ അധിഷ്ഠിതമായ ഒരു ടെൻഡൻസിയാണെന്ന് പറയാം. അപ്പോൾ ഓരോ ലാംഗ്വേജിൽപ്പെട്ട ആളുകൾ അവരുടെ ലാംഗ്വേജിനെ എന്ത് ചെയ്യുന്നു? ഹൈലൈറ്റ് ചെയ്ത് കാണുന്നു. ഉദാഹരണത്തിന് നമ്മൾ പറയുന്നത്, നമ്മൾ മലയാളീസ്, നമ്മൾ പറയുന്നത് നമ്മുടെ ഭാഷയാണ് ഏറ്റവും വലിയ ഭാഷ, അല്ലെങ്കിൽ നമ്മുടെ റേസാണ്, അല്ലെങ്കിൽ മലയാളീസ് എന്ന് പറയുന്ന ആ ഒരു ലാംഗ്വേജാണ് ഏറ്റവും വലുത്. ഇപ്പോൾ തമിഴുകാർ പറയുന്നത് എന്താ? അവരുടേതാണ്. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ ചെല്ലുകയാണെങ്കിൽ അവർ നമ്മളെ കാണുന്നത് എന്താ? മലയാളികൾ, എന്താ താണ ആളുകൾ, അല്ലെങ്കിൽ എന്താ ആ ഒരു കൺസിഡറേഷനാണ്. ഇവിടെ വന്നാൽ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? തമിഴന്മാർ, പാണ്ഡ്യകൾ, കുളിക്കാത്തവന്മാർ, അല്ലെങ്കിൽ സംസ്കാരം ഇല്ലാത്ത ആളുകൾ എന്ന രീതിയിലാക്കണം. അപ്പോൾ ഇതിൻ്റെ പകരം എന്താ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം വെച്ചാൽ ഈ രണ്ട് വിഭാഗം തമ്മിലുള്ള എത്നിക് ഡിഫറൻസിയേഷൻ, അത് കൾച്ചറാവാം, ലാംഗ്വേജ് ആവാം, റിലീജിയൻ ആവാം, എന്ത് വേണമെങ്കിലും അതിനകത്ത് വരാം. സോ social inequality, social stratification on majority and minority have been unleashed in many social structures. എന്താണ്? സാമൂഹ്യപരമായ അസമത്വങ്ങൾ. ഇനി മൈനോറിറ്റി എന്നും മെജോറിറ്റി എന്നുമുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹ്യപരമായ ശ്രേണീകരണം നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ സോഷ്യൽ സ്ട്രക്ചറിലും എന്ത് ചെയ്യാം? കാണാനായിട്ട് കഴിയും. ഓൺ ദി ബേസ് ഓഫ് എത്നിസിറ്റി, അപ്പോൾ വംശീയതയുടെ അടിസ്ഥാനത്തിൽ one group maintains its distance from other group. ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? മറ്റൊരു ഗ്രൂപ്പിൽ നിന്നും അകൽച്ച പാലിക്കുന്നു. അതായത് അത് സോഷ്യൽ ആവാം, പൊളിറ്റിക്കൽ ആവാം. അതായത് സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി സ്ട്രോങ് എത്നിക് ഗ്രൂപ്പ് എക്സ്പ്ലോയിറ്റഡ് ദ വീക്ക് എത്നിക് ഗ്രൂപ്പ് ആൻഡ് ഡിസ്ക്രിമിനേറ്റ് എഗൻസ്റ്റ്. ഇപ്പോൾ സാമൂഹ്യപരമായും സാമ്പത്തികപരമായും ഡോമിനേഷനുള്ള ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നു? ഈ വീക്കർ സെക്ഷൻസിൽപ്പെട്ട ഗ്രൂപ്പുകളെ എങ്ങനെയാണ് കാണുന്നത്? അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരോട് എന്താ വിവേചനപരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പെരുമാറുന്നത്. സോ ദസ് ഇൻ എ സോഷ്യൽ പ്രോസസ് വി ക്യാൻ സീ സ്ട്രോങ്ങർ ആൻഡ് വീക്കർ എത്നിക് ഗ്രൂപ്പ് മെയിൻറ്റെയിനിങ് ഡിസ്ക്രിമിനേഷൻ പ്രെജുഡിസസ്. അപ്പോൾ ഒരു സാമൂഹ്യപരമായിട്ടുള്ള പ്രക്രിയയിൽ സ്ട്രോങ്ങും വീക്കുമായിട്ടുള്ള എത്നിക് ഗ്രൂപ്പുകൾ അവരുടെ ഡിസ്ക്രിമിനേഷൻ എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ അവർക്കിടെ ആ ഡിസ്ക്രിമിനേഷനോട് അവർക്കൊരു പ്രെജുഡിസ് തോന്നും, ഒരു അഹംഭാവ ബോധം അവർക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു. സോ കൾച്ചറൽ ഹെറ്ററോജിനിറ്റി ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കണ്ടംപററി. നേരത്തെ പറഞ്ഞാണ് സാംസ്കാരികപരമായ വൈവിധ്യം നമ്മുടെ സമകാലിക സമൂഹത്തിൻ്റെ ഒരു പ്രധാന സ്വഭാവമായിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത്. നേരത്തെ റിലീജിയൻ പറഞ്ഞു, ലാംഗ്വേജ് പറഞ്ഞു. അപ്പോൾ അതേപോലെ നമുക്ക് പറയാം കൾച്ചറൽ ഹെറ്ററോജിനിറ്റി എന്താണ് നമ്മുടെ സമൂഹത്തിലുണ്ട്. സോ ദർ ആർ ആൾസോ സൊസൈറ്റീസ് ഹൂസ് സ്ട്രക്ചേഴ്സ് ആർ ബിൽറ്റ് ബൈ ദ പീപ്പിൾ ഓൺ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ പല സമൂഹങ്ങളും അവരുടെ സൊസൈറ്റിയുടെ സ്ട്രക്ചർ ബിൽറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ അമേരിക്ക, കാനഡ, മലേഷ്യ, ശ്രീലങ്ക, ഓസ്ട്രേലിയ ആർ ദി ചീഫ് എമംഗ് സച്ച് കൺട്രീസ്. ഇങ്ങനെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? സോഷ്യൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ് ഏതൊക്കെ? അമേരിക്ക, കാനഡ, മലേഷ്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ. ഇൻ ഇന്ത്യ ആൾസോ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആൻഡ് റിലീജിയസ് ഹാവ് ബീൻ ലിവിങ് ഫ്രം ഏൻഷ്യൻ്റ് ടൈംസ്. ഇന്ത്യയിലും എന്താ
പണ്ട് കാലത്ത് തന്നെ വ്യത്യസ്ത ഭാഷയും വ്യത്യസ്ത മതങ്ങളും ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ എന്താ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് therefore the concept of ethnicity must be rejected. ഇങ്ങനൊരു ഡിഫറൻസിയേഷൻ ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് എന്താ എത്നിസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യണം. സോ അക്കോർഡിംഗ് ടു സിംസൾ ആൻഡ് വിംഗർ 6 ബേസിക് പാറ്റേൺ ഓഫ് ഇന്റർ ഗ്രൂപ്പ് ഹോസ്പിറ്റാലിറ്റി ഓർ കോപ്പറേഷൻസ്. അപ്പോൾ 6 തരത്തിലുള്ള ഒരു ഇന്റർ ഗ്രൂപ്പ് ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ കോപ്പറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നുണ്ടെന്നാണ് വിംഗറിൻ്റെയും സിംസളിൻ്റെയും അഭിപ്രായത്തിൽ പറയുന്നത്. ഒന്നാമത്തെ അസിമിലേഷൻ. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ സാംശീകരണം. ദെൻ പ്ലൂറാലിസം വൈവിധ്യത. ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ് പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള നിയമപരമായ സംരക്ഷണം. പോപ്പുലേഷൻ ട്രാൻസ്ഫർ ജനസംഖ്യാപരമായ മാറ്റം. ദെൻ കണ്ടിന്യൂഡ് സബ്ജിഗേഷൻ. ദെൻ എക്സ്റ്റർമിനേഷൻ. അതായത് എക്സ്റ്റർമിനേഷൻ നോക്കാം. അപ്പോൾ ഈ 6 ഘടകങ്ങളാണ് എന്താ ഈ ഇന്റർ ഗ്രൂപ്പ് ഹോസ്റ്റിലിറ്റിയെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. അസിമിലേഷൻ ഈസ് എ പാറ്റേൺ ഓഫ് ഇന്റർ ഗ്രൂപ്പ് റിലേഷൻ ഇൻ വിച്ച് എ മൈനോറിറ്റി ഗ്രൂപ്പ് ഈസ് എയ്തർ ഫോഴ്സ്ഡ് ഓർ എൻകറേജ്ഡ് ഓർ വോളണ്ടറിലി സീക്ക് ടു ബ്ലെൻഡ് ഇൻടു ദ മെജോറിറ്റി പോപ്പുലേഷൻ ആൻഡ് ഇവൻച്വലി disappears as a distinct people with a large society. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഇന്റർ ഗ്രൂപ്പ് റിലേഷനാണ്. അതായത് ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യുന്നു? മെർജ് ചെയ്യുന്നു. സ്വാഭാവികമായും കുറേ കാലം കഴിയുമ്പോൾ ആ മൈനോറിറ്റി ഗ്രൂപ്പിന് യാതൊരു വിധമായ പ്രാധാന്യം എന്താ ഇല്ലാതെ വരുന്നു. അവർ ആ ഒരു മെജോറിറ്റി ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? മാറും. ആ ഒരു പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന പേരാണ് എന്താ? അസിമിലേഷൻ. രണ്ടാമത്തത് കൾച്ചറൽ പ്ലൂറാലിസമാണ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് ദ പ്ലൂറലിസ്റ്റ് സൊസൈറ്റി ഈസ് ഓൺ ഇൻ വിച്ച് ഡിഫറെൻറ്റ് എത്നിക് ഗ്രൂപ്പ് ആർ ഏബിൾ ടു മെയിൻറ്റെയിൻ ദെയർ ഓൺ കൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഈവൻ ആസ് ദേ ലീവ്. അപ്പോൾ ഒരു പ്ലൂറലിസ്റ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബഹുത്വ സമൂഹം എന്ന് പറയും. എന്ന് വെച്ചാൽ വിവിധ രീതിയിലുള്ള എത്നിക് ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഇടയിൽ എന്താ? അവരെ എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടൊരു കോമൺ കൾച്ചറും ഒരു കോമൺ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ കഴിയാം? പ്ലൂറൽ അല്ലെങ്കിൽ കൾച്ചറൽ പ്ലൂറാലിസം എന്ന് പറയുന്നത്. ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ് ഈസ് എ കൈൻഡ് ഓഫ് ഒഫീഷ്യൽ പ്ലൂറലിസം. പ്ലൂറലിസത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് എന്താ? നിയമപരമായിട്ട് പിന്നോക്ക അവസരപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുന്നു? സംരക്ഷണം കൊടുക്കുന്നു. പോപ്പുലേഷൻ ട്രാൻസ്ഫർ, കണ്ടിന്യൂഡ് സബ്ജിഗേഷൻ ആൻഡ് എക്സ്റ്റർമിനേഷൻ ഓർ ജെനിസോയിഡ് ആർ ദ അതർ റിലേഷൻസ് ബിറ്റ്വീൻ എത്തിക് ഗ്രൂപ്പ്സ്. എത്തിക് ഗ്രൂപ്പുകൾ തമ്മിലുള്ള മറ്റ് പ്രധാനപ്പെട്ട ബന്ധം എന്ന് പറയുന്നത് പോപ്പുലേഷൻ ട്രാൻസ്ഫർ, ദെൻ കണ്ടിന്യൂഡ് ആയിട്ടുള്ള സബ്ജിഗേഷൻ, ദെൻ എക്സ്റ്റർമിനേഷൻ. അല്ലെങ്കിൽ എക്സ്റ്റർമിനേഷൻ്റെ മറ്റൊരു പേരാണ് എന്താണ്? ജെനിസോയിഡ് എന്ന് പറയുന്നത്. ജെനിസോയിഡ് എന്ന് പറഞ്ഞാൽ വംശീയ കൊലപാതകം. അപ്പോൾ ഒരു വംശത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉന്മൂലനം ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മൾ കണ്ടു എവിടെയാണ് ഈ പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചായിരുന്നു. ഒരു ലിബിയയിൽ എന്ത് ചെയ്തു? 21 പേരെ തല അറുത്ത് കൊന്നെന്നും പറഞ്ഞിട്ടൊരു സംഭവം കഴിഞ്ഞ ഞായറാഴ്ചത്തെ പത്രത്തിൽ കണ്ടായിരുന്നു. അപ്പോൾ അത് എന്തിൻ്റെ ഭാഗമാണ്? ഈ ജെനിസൈഡിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഈ വേൾഡ് പീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് മാറിയിരിക്കുന്നതാണ് എന്താ? ഈ ജെനിസൈഡ്. അപ്പോൾ ആ ജെനിസൈഡിൻ്റെ മറ്റൊരു വാക്കാണ് നമ്മൾ പറഞ്ഞത് എക്സ്റ്റർമിനേഷൻ എന്ന് പറയുന്നത്. സോ അത് എന്താണ്? ഇന്നത്തെ ഒരു എത്നിക് ഗ്രൂപ്പ്സ് നമ്മളുള്ള പേര് നിലനിർത്തുന്നതിന് സഹായിക്കുന്നത്. സോ എത്നിസിറ്റി ഈസ് സം ഓഫ് ദ ആക്റ്റീവ് പ്രോബ്ലംസ് ഓഫ് സോഷ്യൽ റിലേഷൻസ് ഇൻ കണ്ടംപററി വേൾഡ്. നമ്മുടെ സമകാലിക ലോകത്തിൽ എന്താണ്? എത്നിസിറ്റി എന്ന് പറയുന്നത് വളരെയധികം ആക്റ്റീവായിട്ട് എന്താ നിലനിൽക്കുന്നത്. വംശീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് എല്ലാ ലോകരാജ്യങ്ങളിലും എന്താ ഉണ്ട്. അതിന് ഉദാഹരണമാണ് നമ്മൾ ലിബിയയിൽ എന്ത് ചെയ്തത് കണ്ടത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ പല സ്ഥലങ്ങളിലും ഈ വംശീയത മൂലം എന്ത് ചെയ്യുന്ന ആളുകളെ കൊന്നെടുക്കുന്നത്. അതിന് ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹിറ്റ്ലർ. അദ്ദേഹം ജ്യൂസ് റേസിൽപ്പെട്ട ആളുകളായിട്ട് എന്ത് ചെയ്തു? ആര്യൻ റേസിൽപ്പെട്ട ആളായതുകൊണ്ട് അവിടുത്തെ ജ്യൂസുമാരെ ജ്യൂസിനെല്ലാം കൊന്നെടുക്കുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പോൾ എത്നിസിറ്റി ഇന്ന് നമ്മുടെ സമകാലിക ലോകത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ അത്രയും അതിനകത്തുള്ളൂ.
അപ്പോൾ ഒരു യൂണിറ്റ് ഫിനിഷാണ്. അപ്പോൾ 4 അത് ഷോർട്ട്